ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ കക്കയിറച്ചി ഉലത്തിയതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ വേണ്ടി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും. അതുപോലെ തന്നെ വളരെ ഡെലീഷ്യസ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ഡിഷാണിത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ 1/2 കിലോ കക്കയിറച്ചി കഴുകി എടുത്തിട്ടുണ്ട്. സവോള അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത്, ഉണക്കമുളക്, തേങ്ങ. മസാലയായിട്ട് വേണ്ടത് ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയത്, കറിവേപ്പില, കടുക്. ആദ്യം തന്നെ നമുക്ക് കക്കയിറച്ചി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് തിരുമ്മി വെക്കാം. ഇതിങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിരുമ്മിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കാം. ഇനി നമുക്ക് കക്കയിറച്ചി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കക്കയിറച്ചി ഒന്ന് നോക്കാം. കക്കയിറച്ചി തിളച്ച് വെന്ത് വരുന്നുണ്ട്. ഇനി തുറന്ന് വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. കക്കയിറച്ചിയിലെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉലത്തിയെടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അല്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് ഇഞ്ചി അരിഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 വെളുത്തുള്ളി അരിഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. നാട്ടിൽ നല്ല വറ്റമുളക് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്നതിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച 2 സവോള ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ തേങ്ങയുടെ നിറമൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മസാലയെല്ലാം ചേർത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ മസാലയിലേക്ക് കക്കയിറച്ചി ചേർത്ത് നമുക്ക് ഉലത്തിയെടുക്കാം. ഇനി ഈ കക്കയിറച്ചി നമുക്ക് മസാലയിൽ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കക്കയിറച്ചി റെഡി. ഇറച്ചി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയാവേ. ഇത് അടിപൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത്തിരി പരിപ്പ് കൂട്ടാനും പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി കക്കയിറച്ചി ഉലത്തിയതും ഉണ്ടെങ്കിൽ പിന്നെ ഉച്ചയൂണ് സൂപ്പർ.